വന്ന ഇടത്തെക്കുറിച്ചും വഴികളെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും രക്ഷാകരമാണ്. അത് പോകേണ്ട ഇടത്തേക്കുള്ള വഴികാട്ടിയും മാർഗവുമാണ്. മള്ളിശ്ശേരി കേശവരുടെ ആഭിമുഖ്യത്തിൽ എൻ്റെ പള്ളി എന്ന പേരിൽ ഒരു വീഡിയോ തയ്യാറാക്കുന്നതിന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കഠിനാധ്വാനത്തിൻ്റെയും ദൈവാശ്രയബോധത്തിൻ്റെയും മൂല്യങ്ങൾ നമുക്ക് സാംശീകരിക്കാം. നമുക്ക് നല്ലൊരു സമൂഹമായി വളരുകയും ചെയ്യാം. എടി മിനിയേ, നീ അവനെ വിളിച്ചില്ലേടി? ഈ കൊച്ചിനെ എത്ര തവണ വിളിച്ചതാ, അവൻ പിന്നെയും മൂടി പൊസിച്ച് കിടന്ന് ഉറങ്ങുവാന്നാ തോന്നണേ. ഡാ ഇങ്ങോട്ട് എഴുന്നേക്കടാ, വേഗം എഴുന്നേറ്റ് വാ, പള്ളി പോകാൻ സമയമായി. മൂടി പൊസിച്ച് കിടന്ന് ഉറങ്ങുവാണോ? എണീക്കടാ ഇങ്ങോട്ട്, അമ്മച്ചി നിന്നെ നോക്കിയിരിക്കുക. ഉറക്കം മുഴുവൻ പോയില്ലേടാ? നമുക്ക് പള്ളിയിൽ പോകണ്ടേ? ഞാൻ വരുന്നില്ല അമ്മച്ചി. വിജു ആയെന്നാടാ കൊച്ചേ, നിനക്ക് അവധിയല്ലേ? നാളെ പോകാം. അത് പറ്റില്ല, ഇന്ന് അമ്മച്ചിയുടെ വിവാഹവാർഷികയല്ലേ. നല്ലൊരു ദിവസമായിക്കൊണ്ട് പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റുമോ? എനിക്ക് നടക്കാൻ വയ്യ അമ്മച്ചി. എന്നും ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഒത്തിരി ദൂരം നടന്നു ഇടക്കാട്ടുപള്ളിയിൽ പോയി കുർബാന കാണുമായിരുന്നു. മിനിച്ചിലാർ കടന്നു വേണം പോകാൻ. അന്ന് ഇന്നത്തെ പോലെ പാലങ്ങളൊന്നും ഇല്ലായിരുന്നു. അമ്മച്ചി, നമ്മുടെ ഇവിടെ എന്നാ പള്ളി വന്നേ? പള്ളി അല്ലടാ, കുരിശുപള്ളി ആദ്യം വന്നത്. എന്ന്? അതിപ്പോൾ ആലോചിക്കാനൊന്നുമില്ല. മള്ളുശ്ശേരി കപ്പേള പണിയുന്നത് 1939 അന്നത്തെ ഇടയ്ക്കാട്ടുപള്ളിയിലെ വികാരിച്ചനാണ് കപ്പേള പണിയുടെ നേതൃത്വം കൊടുത്തത്. ഉതുപ്പച്ചനാണ് മാതാവിന് രൂപം പ്രതീക്ഷിച്ചത്. കൃത്യമായി പറഞ്ഞാൽ അതേ വർഷം നവംബർ 1 തീയതിയാണ് വെഞ്ചരിപ്പ് നടന്നത്. അന്ന് ചൂളപ്പറമ്പിൽ പിതാവാണ് ഈ കപ്പേള വെഞ്ചരിച്ചത്. ഇതൊക്കെ ആയാലും അച്ചായന് നല്ല ഓർമ്മ കേട്ടോ. കപ്പേള നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായിരുന്നു. കപ്പേള ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ അമ്മച്ചി കുരിശുപള്ളിയിൽ പോയി തിരികെത്തിക്കുമായിരുന്നു. എന്നും കത്തിക്കുമായിരുന്നോ? എന്നും കത്തിക്കുമായിരുന്നു. അമ്മച്ചി, ബാക്കി പറ. ഇപ്പം നമ്മൾ പള്ളി ഇരുന്നിടത്ത് സ്കൂളായിരുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളോ? അത് തന്നെ. 67-68 വർഷത്തിലാണ് ഈ സ്കൂൾ ഇങ്ങോട്ട് മാറ്റുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യ കാലഘട്ടങ്ങളിൽ ഞായറാഴ്ച ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന. ആ സമയത്ത് ഇടക്കാട്ടുപള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിരുന്ന നെടുങ്ങാട്ടച്ചനാണ് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ചിരുന്നത്.
എല്ലാവരും അമ്മയെ കൊണ്ടേട്ടമ്മയെന്നായിരുന്നു വിളിച്ചിരുന്നത്. തിരി കത്തിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായി അനുഗ്രഹവും ലഭിക്കും. മള്ളുശ്ശേരി സെൻറ് തോമസ് ദേവാലയത്തിനുമുണ്ട് കാലം നീക്കിവെച്ച ഒരു ചരിത്രം. ദൂരങ്ങൾ താണ്ടി കുർബാന കൂടാൻ പോയിരുന്ന വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം മള്ളുശ്ശേരിയിൽ ഒരു പള്ളി പണിയാൻ തോമസ് തറയിൽ പിതാവാണ് അനുവാദം നൽകിയത്. 1969 ഇടവകയായി ഉയർത്തപ്പെട്ട മള്ളുശ്ശേരി പള്ളിയിൽ ഇന്ന് 314 ഭവനങ്ങളുണ്ട്. വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുനാളും മനോഗുണമാതാവിൻ്റെ തിരുനാളും എല്ലാ വർഷവും കൊണ്ടാടുന്നു. നാനാജാതി മതസ്ഥരുടെ പ്രകാശഗോപുരമായി മള്ളുശ്ശേരി സെൻറ് തോമസ് ദേവാലയം നിലകൊള്ളുന്നു.